ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ജാതിയുടെ തടി കമ്പിൽ നിന്നോ അല്ലെങ്കിൽ ശകരത്തിൽ നിന്നോ നേരിട്ട് മുകളിലോട്ട് വരുന്ന ഇതുപോലെയുള്ള കമ്പുകളാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ കമ്പാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് എൻ്റെ ലോഹിക്കാരനായ ജോയ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇതിൽ സഹായിക്കുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും, എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാണിച്ചു തരുന്നതായിരിക്കും. ജോയ് കൂടിനുള്ളിൽ നമ്മൾ കവർ ഇങ്ങനെ വെച്ചാൽ കൂട് പഴയതുകൊണ്ടാണ് ഈ കൂടിൻ്റെ ഇത് വെച്ചതിന് ശേഷം ഇത് തടിയോടുകൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ കെട്ടുകയാണ്. ഇങ്ങനെ ഈ താഴത്തെ ഇടിയിൽ നിൽക്കുന്ന ചെടിയുടെ ചോറ് കാണുന്നോടെ വരെ ചെത്തും. ഇത് ശ്രദ്ധിക്കുക, എപ്പോഴും ചെത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ചോറ് കാണുന്നോടം വരെ ഇതിങ്ങനെ തോണിയുടെ ആകൃതി ചെത്തിയെടുക്കും. നല്ല വൃത്തിയായിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മാത്രമേ ചെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ തടിയായിട്ട് ഈ നമ്മൾ വെക്കുന്ന തൈയുമായിട്ട് ഏകദേശം വെച്ച് ഒരുമ നോക്കൂ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ആ തൈയുടെയും ഇതുപോലെ ഇപ്പോൾ ചെത്തുന്ന പോലെ തന്നെ ഇതുപോലെ ചെത്തി അതിൻ്റെ ചോറ് കണ്ടതിന് ശേഷം ഇങ്ങനെ ചോറ് കണ്ടതിന് ശേഷം ഈ വള്ളി ഇതുപോലെ വലിഞ്ഞു മുറുക്കി കെട്ടും. കൂട്ടി ഒരുമിച്ച് കെട്ടും. അതെങ്ങനെ അകത്തിയെ കെട്ടുകയുള്ളൂ. എന്നാലേ അതിൻ്റെ അകത്ത് വായു സമ്പർക്കവും എല്ലാ കാര്യങ്ങളും ചെന്ന് ഇത് ശരിയാവുകയുള്ളൂ. എന്നിട്ട് താഴോട്ട് ഇതിപ്പോൾ മുകളിൽ വരെ കെട്ടി ഇനി അത് നമ്മൾ താഴെ വരെ വലിഞ്ഞു മുറുക്കി കെട്ടുകയാണ് ചെയ്യുക. എന്നതിന് ശേഷം ഇന്ന് ഒരു ദിവസത്തേക്ക് ഇതിൽ വെള്ളമൊന്നും ഇറങ്ങരുത്. നാളെ തൊട്ട് വെള്ളം ഇറങ്ങിയാൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ അകത്തെ ഈ ജാതിക്കകത്തെ കറ വലിഞ്ഞു കഴിഞ്ഞാൽ വിഷയമില്ല. പിന്നെ ഇത് 6 മാസം ഇവിടെ നിന്നാൽ ശേഷം മാത്രമേ ആദ്യം ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തായ്തടിയായിട്ടുള്ള മരത്തിൽ നിന്ന് ശകലം ചെത്തി പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ചെത്തി അങ്ങനെ 6 മാസം കൊണ്ട് ഒരു 6 പ്രാവശ്യം ചെത്തി ശേഷമാണ് ഈ കൂടുമായിട്ട് ഇതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതുവരെ ഈ കൂട് ഇവിടെ വെച്ച് നനച്ച് നല്ലപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഒരു ശകലം കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിക്കുകയും ചെയ്യും കൂടിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇത് പിടിപ്പിച്ചെടുക്കുക. ഈ തൈക്കാണ് 500 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുന്നത്. സൈഡ് കമ്പ് ഒന്നും ചെയ്യലില്ല. ചില മരത്തിൽ ഒരു തൈ ചെയ്യാൻ കിട്ടും, ചില മരത്തിൽ ഒരു 10-12 തൈ ചെയ്യാൻ കിട്ടും. ഈ 80 മരത്തിൽ നിന്ന് ഒരു 150 എണ്ണമൊക്കെ ചെയ്യാൻ ഒരു വർഷം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തൈക്ക് ഇത്രയും ഡിമാൻഡ് വരുന്നതിൻ്റെ ഏക കാരണം. ഈ നേരെ പോകുന്നത് നല്ല ജീവനുള്ളതുമാണ് കെട്ടുന്നത്. അതാണ് ഇതിൻ്റെ കാര്യം. 6 മാസം മുഴുവൻ എടുക്കും. 6 മാസം. ഇപ്പോൾ ഇത് മാർച്ച് 20 ആയില്ലേ, ഒരു സെപ്റ്റംബർ അവസാനം നവംബർ ആദ്യ വാരത്തിലേ ഇത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അന്നേരം തന്നെ ആളുകൾ അപ്പോഴത്തെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൊണ്ട് അറിയാൻ പോകുമല്ലോ. പോയില്ലെങ്കിൽ അത് ആ തൈ 100% പിടിച്ചിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ കത്തി എന്ന് പറയും, ഇതിനു വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ചതാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ 5-6 കത്തി പണിയിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെത്താനും പിടിക്കാനും ബഡ് ചെയ്യാനും ഒക്കെ ഓരോ മോഡലിലും ഓരോ സാമ്പിളിലും ഒക്കെ കത്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കൈക്കിണങ്ങുന്ന രീതിയിൽ. പിന്നെ ഇത് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകനുണ്ട്, +2 പഠിക്കുന്ന കുട്ടിയാണ്. അവനിവിടെ ഉണ്ട്. അവനെ ഒരു 7 വർഷത്തിനുള്ളിൽ ജാതി കർഷകനാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതിന് വെച്ചാൽ ഒരു 25 വർഷമാകുമ്പോഴത്തേക്കും ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. എൻ്റെ നേരെ മൂത്തയാൾ മോനോട് +2 കൂട്ടാളുടെയാണ് പഠിക്കുന്നത്. അവൻ്റെ വീട്ടിലും ഇതുപോലെ തൈകളും ജാതിക്ക കായ്ക്കുന്ന മരങ്ങളും ഉണ്ട്. അമൽ. എന്നെ പപ്പയുടെ അനിയനാണ്. എന്നെ എല്ലാ കാര്യങ്ങളും മൂപ്പരെന്നെ പഠിപ്പിക്കുന്നുണ്ട്.
മരം എന്താണ് ഇങ്ങനെ മുറിച്ച് മാറ്റിയിരിക്കുന്നത്? ഈ മരം മുറിച്ച് മാറ്റിയിരിക്കുന്ന ഈ മരത്തിന്റെ കായ്ക്ക് പത്രിക്ക് കട്ടി കുറവാണ്. പിന്നെ വെള്ളക്കായായിട്ട് വീഴുന്ന ഒരു സ്വഭാവം ഈ മരത്തിനുണ്ട്. പക്ഷേ ഈ മരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു 20 കിലോ കാവര ഇതിൽ നിന്ന് ഒരു വർഷം കിട്ടുമായിരുന്നു. പത്രിയും വെള്ളക്കായും വീഴ്ച കാരണമാണ് ഈ മരം മുറിച്ചത്. ഈ മരത്തിന് ഏകദേശം ഒരു 20 വയസ്സെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ ഈ അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോൾ ഇത് ബഡ്ഡി ചെയ്ത് പിടിപ്പിച്ചാൽ ഒരു 1.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഇതിലൊരു 3 കമ്പ് ബഡ്ഡി ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന കായുടെ ഫലം ഞാൻ അതിൻ്റെ കമ്പ് വെട്ടി വിറ്റ് കാശ് മേടിക്കും. ഒരു ബഡ് കണ്ണ് 25 രൂപ തോതിൽ വെക്കുമ്പോൾ ഒരു 10 കണ്ണുണ്ടെങ്കിൽ 250 രൂപ കിട്ടും. അങ്ങനെ 4 കമ്പുണ്ടെങ്കിൽ 1000 രൂപ ഞാൻ അതിൽ നിന്ന് സംഘടിപ്പിക്കുകയും ചെയ്യും. അതാണ് അങ്ങനെ മുറിച്ച മരങ്ങൾ പലതും ഉണ്ട്. 36 ആൾ പൊക്കമുള്ള മരങ്ങളൊക്കെ മുറിച്ച് താഴെയുണ്ട്. അത് ഞാൻ താഴെ വരുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഈ മരത്തിൽ ഒരു 15 എണ്ണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നേരെ പോകുന്ന കമ്പുകൾ മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ വളഞ്ഞു പോകുന്ന കമ്പുകളില്ല. എല്ലാം വൃത്തിയുള്ള കമ്പുകൾ. ഇതുപോലെ ഗ്രാഫ്റ്റ് കിട്ടിയ കമ്പുകളൊന്നുമില്ല. ഇത് 2 കമ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ കമ്പുകളും ഈ കൂട് വലിയതായതുകൊണ്ടാണ് ചെയ്യാൻ വിഷമം വരിക. എന്നുവെച്ചാൽ ഈ കൂട് കെട്ടിവെക്കാനുള്ള സ്പേസ് കിട്ടുകയില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും കമ്പുകൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് കൂടിൻ്റെ വലിപ്പം ഉള്ളതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു മരത്തിലെ എല്ലാം ഒരേ സമയം തന്നെയാണോ ചെയ്യുന്നത്? ഇത് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്താൽ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്ത് ഇറങ്ങി ഇങ്ങോട്ട് പോരുക ചെയ്യുക. അതാണ് ചെയ്യുക. ഒരു ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? അത് കൂടി കെട്ടാൻ എളുപ്പമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മതി. ജോയി നന്നായിട്ട് സഹായിക്കും. പിന്നെ ബഡി ചെയ്യാൻ നേരത്തെ ജ്യേഷ്ഠൻ്റെ മകൻ അമൽ എന്ന് പറഞ്ഞാൽ അവനും അതുപോലെ നല്ല വൃത്തിയായിട്ട് സഹായിക്കും. അവൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തോട്ടങ്ങൾ തന്നെയാണ് ഉള്ളത്. ഉള്ള മരമൊക്കെ നല്ല മരമാണ്. ഓക്കെ. ചെരിഞ്ഞ കമ്പിൽ ചെയ്താൽ എന്താണ് പ്രശ്നം? ചെരിഞ്ഞ കമ്പ് എന്ന് പറയുന്നത് ഇതാണ് ചെരിഞ്ഞ കമ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചെരിഞ്ഞ കമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന കമ്പുകളാണ് ചെയ്യുക. ഈ കമ്പുകൾ ചെയ്താൽ എങ്ങനെയായാലും അതൊരിക്കലും നേരെ മുകളിലോട്ട് പോകില്ല. അത് എപ്പോഴും ഇങ്ങനെ വളഞ്ഞ് മാത്രമേ നിൽക്കുകയുള്ളൂ. പിന്നെ കുരുത്തമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു കമ്പ് പൊട്ടി മുകളിലോട്ട് വരും. അത് 1000-ൽ ഒരെണ്ണമൊക്കെയാണ് വരിക. അല്ലാത്തതെല്ലാം ഇങ്ങനെ പോകുള്ളൂ. അതുകൊണ്ട് ഈ ചെരിഞ്ഞ ഗ്രാഫ്റ്റ് ഒരിക്കലും വൃത്തിയാകില്ല. ഒരു കർഷകന് ശരിയാകുകയില്ല. ഇത് വന്നാൽ ഇങ്ങനെ കപ്പക്കോലൊക്കെ കൊടുത്ത് ഇങ്ങനെ താങ്ങ് കൊടുക്കണം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ താങ്ങ് കൊടുത്തില്ലെങ്കിലും മുകളിൽ ഒടിഞ്ഞു പോയാൽ ഇതിലൊക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ കമ്പുകളൊന്നും ചെയ്യുക. എല്ലാം വൃത്തിയുള്ള നേരെയുള്ള കമ്പുകൾ മാത്രമേ ചെയ്യൂ. ജാതി കൃഷിക്ക് ആവശ്യമായ വളം ഒക്കെ ഒന്ന് പറയാമോ? ജാതി കൃഷിക്ക് ആവശ്യമായ വളം ഞാൻ ഇപ്പോൾ മാർച്ച് മാസത്തിൽ 1 കിലോ കുമ്മായം ഇതിൻ്റെ ചോട്ടിൽ തോളും. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ എനിക്ക് 2-3 പശുക്കളുണ്ട്. അതിൻ്റെ ചാണകം 2 പാട്ട ചാണകം, അതായത് 2 വള്ളിക്കൊട്ട ചാണകം തോളും. പിന്നെ മഴക്കാലത്താണെങ്കിൽ 1 കിലോ ഫാക്ടംബോസ്, 1 കിലോ പൊട്ടാഷും, 1/2 കിലോ 500 മഗ്നീഷ്യവും ചേർത്ത് ഒരു കൂട്ടുവളം ഉണ്ടാക്കി. അത് 4 ഗ്രേഡായിട്ടുള്ള തയ്യാന്നല്ല പറഞ്ഞത്, 4 സ്റ്റേജിലുള്ളത്. 1-ാം സ്റ്റേജിലുള്ള തൈക്ക് ഒരു പ്രാവശ്യം ഒരു 500 ഗ്രാം, 2-ാം സ്റ്റേജിലുള്ളതിന് തൈയുടെ വലിപ്പം അനുസരിച്ചായിരിക്കും തൈക്ക് കൊടുക്കുന്ന വളം. ഏറ്റവും നല്ല വലിയ തൈകൾക്ക് നല്ല 20 തൈക്ക് 1 കിലോ വെച്ചും ബാക്കിയുള്ള തൈകൾ 500 ഗ്രാം വെച്ചും ബാക്കിയുള്ള തൈക്ക് 400, 300, 100 ഗ്രാം വരെ അങ്ങനെ 4 സ്റ്റേജായിട്ട് ഒരു 3 പ്രാവശ്യം കൊടുക്കും. വലിയ മരത്തിന് ഒരു 1.5 കിലോ വളം ഇടും, ഒരു വർഷം ഇടുള്ളൂ. പിന്നെ രാസവളം എല്ലുപൊടി ഒരു 4 കിലോ വെച്ചും എല്ലാ വർഷവും ഇടും. ഏതൊക്കെ മാസങ്ങളിലാണ് ഫലപ്രയോഗം നടത്തുന്നത്? അത് ജൂൺ മാസത്തിലൊന്നിടും. അതിനേക്കാൾ പ്രാധാന്യം എന്ന് വെച്ചാൽ മെയ് മാസം അവസാനം ആഴ്ചയിലോ അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരത്തിലോ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം എല്ലാ മരത്തിലും തളിച്ചിരിക്കും. പിന്നെ 45 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഇടയുണക്ക് കിട്ടിയാൽ അന്നേരവും തളിക്കും. അങ്ങനെ 3 പ്രാവശ്യമെങ്കിലും തുരിശും കുമ്മായും നിർബന്ധമായിട്ട് അടിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ചെറിയ കുരുനിലകൾ താഴെ വീണു പോകും. നമുക്ക് നോക്കിയാൽ അറിയാവുന്നതന്നെ അറിയത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും ആർക്കും ഒന്നും മനസ്സിലാകില്ല. അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിലത്ത് വീണ് കിടക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. പല മാസികകളിലും വായിച്ചു കേട്ടിട്ടുള്ളതാണ്. സജിയുടെ കമന്റ് ഇതാണ്: ജലസേചനം അല്ലെങ്കിൽ ജലം ലഭ്യമല്ലാത്തവർ ജാതി കൃഷിക്ക് ഇറങ്ങേണ്ടത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നന്നായി വെള്ളം കൊടുത്താൽ മാത്രമേ ജാതി നമുക്ക് കായ്പിക്കാൻ കഴിയുള്ളൂ. വേനൽക്കാലത്ത് പൂർണ്ണമായിട്ടും നല്ലൊരു ജോലി എന്ന് വെച്ചാൽ ഇത് നനയ്ക്കുക എന്നുള്ളത്. മഴക്കാലത്ത് ഏറ്റവും വലിയ ജോലി ഇത് പറക്കുക എന്നുള്ളതാണ്. വേനൽക്കാലം രക്ഷപ്പെട്ടാൽ ഇതിന് മാഹാലിയില്ല, മറ്റുള്ള കാര്യങ്ങളുമില്ല. വേനൽക്കാലത്ത് കൊഴിയാണ്ടിരുന്നാൽ എല്ലാം പണം തന്നെയാണ്.
ഒന്നിനും പണമില്ലാത്തൊരു സാധനമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത ജലസേചനം. ആദ്യമൊക്കെ ഞാൻ സ്പ്രിംഗ്ലറായിരുന്നു, ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് 80 എണ്ണം ബഡ്ഡി ചെയ്ത് പിടിച്ചതുണ്ട്. ബാക്കി ഒരു 10-40 ജാതിയുണ്ട്. എല്ലാ ജാതി ചോട്ടിലും വെള്ളം എങ്ങനെയാണ് വീഴുന്നതെന്ന് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ ഇതിൻ്റെ തലയ്ക്ക് അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം ശക്തമായിട്ടും കട്ടിയായിട്ടും വരും. അന്നേരം ഇതിപ്പോൾ ഏകദേശം ഒരു 6 മീറ്റർ ഏറ്റവർക്കുള്ള ഭൂമിയിലാണ് ഈ ജാതി വെച്ചിരിക്കുന്നത്. അന്നേരം കുളത്തിനോടനുബന്ധിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് മുറുക്കി വെക്കും, ഇതിൻ്റെ അറ്റം. അന്നേരം ഇതിങ്ങനെ ചീറ്റിയേ വെള്ളം പോവുള്ളൂ. അന്നേരം ഇവിടെ 1 മണിക്കൂറിൽ ഒരു 100 ലിറ്റർ വെള്ളം ചാടുമെങ്കിൽ മുകളിൽ ഇത് തുറന്ന് ഇങ്ങനെ വെച്ചാൽ ആ 1 മണിക്കൂറിൽ അവിടെയും 100 ലിറ്റർ വെള്ളം ചാടും. അതായത് മോട്ടറിൻ്റെ അടുത്തും ഏറ്റവും അവസാനത്തെ ജാതിയുടെ ചുവട്ടിലും എല്ലായിടത്തും ഒരേ അളവിൽ വെള്ളം ചാടും. ഇത് സർക്കാരിൻ്റെ യാതൊരു ധനസഹായവും കിട്ടിയിട്ടുമില്ല. ഇത് സ്വന്തമായിട്ട് പലരുടെ അടുത്തുനിന്നും കണ്ടുപിടിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നില്ല, അവൻ കൊണ്ടുവന്ന് തന്ന എല്ലാ സാധനങ്ങളും അവൻ കൊണ്ടുവന്നതാണ്. എല്ലാ ജാതിയുടെയും ചുവട്ടിൽ ഒരേ സമയം ഒരേ രീതിയിൽ വെള്ളം എത്തും. എല്ലാ ജാതിയുടെ ചുവട്ടിലും ഒരേ സമയം ഒരേ രീതിയിൽ വെള്ളം എത്തും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജാതിക്ക് ശരിക്കും ചുവട് മാത്രം നനച്ചാൽ മതിയോ അതോ തണ്ട് നനയ്ക്കേണ്ട ആവശ്യമുണ്ട്? ഇതെല്ലാം ഇതിന്റെ മുകളിലോട്ട് എടുത്ത് വെക്കും. ഇന്നലെ ഇത് അടുത്ത ദിവസങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് താഴോട്ട് എടുത്ത് വെച്ചത്. അതിപ്പോൾ ഞാൻ വേറെ ജാതിയുടെ ചുവട്ടിൽ ഇങ്ങനെയല്ല വെച്ചേക്കുന്നത്, വേറൊരു സിസ്റ്റമാണ് വെച്ചത്. ഈ പറമ്പ് മുഴുവൻ 20 കൊല്ലം മുന്നേ സ്പ്രിംഗ്ലർ ഇട്ട പറമ്പ്. അതുകൊണ്ട് സ്പ്രിംഗ്ലർ ഞങ്ങൾ ഒഴിവാക്കിയതാണ് ജലനഷ്ടം പരിഹരിക്കാൻ വേണ്ടി. ഇത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്താൽ എല്ലാം ജാതി ചുവട്ടിൽ മാത്രം, വേറെ എങ്ങുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് മറ്റ് കൃഷികൾക്ക് ജലസേചനം എങ്ങനെയാണ് ലഭ്യമാക്കുന്നത്? കൃഷികൾക്കുള്ളത് ബാക്കിയുള്ള ഈ സിസ്റ്റം മറ്റു കൊക്കോയിലോട്ട് എത്തിയിട്ടില്ല. ഒരു ഇക്കൊല്ലം അങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണ്. അതിലാണ് ഇപ്പം മെയിനായിട്ട് നോട്ടം. ചുറ്റുമതിൽ ആവശ്യമാണ്. ഇത് ഭൂമിയുടെ കിടപ്പ് വെച്ച് നോക്കുമ്പോൾ ജാതിച്ചോടി ലെവല് വരാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണിത്. അതായത് ഇവിടെ ഇതുപോലെ കെട്ടി വെച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് വീഴുന്ന മഴക്കാലത്ത് ചെയ്യുന്ന വളങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടാൽ പുറമേ നിന്ന് വെള്ളം കയറാണ്ടിരിക്കാനും മഴക്കാലത്തിരുന്ന വളങ്ങളും ഇതിൻ്റെ ഉള്ളിൽ വീഴാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഈ ഒരു ചുറ്റുമതിൽ എല്ലാ ജാതിക്കും കെട്ടിയിട്ടുണ്ട്. 80 മരമുണ്ട്. 80 മരത്തിന് ഇതുപോലെ ചുറ്റുമതിൽ കെട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലേ അതിനൊരു വൃത്തി വരുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം. ജാതിത്തോട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള ജാതിയാണിത്. ഇതിനൊരു 35 വർഷം പ്രായമുണ്ട്. അതുപോലത്തെ ഒരു ജാതിയുടെ കുറ്റിയായിരുന്നു ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അത് ഇപ്പോൾ കാണിക്കുന്നതായി. അത് വെട്ടിയിട്ട് കഴിഞ്ഞ വർഷം വെട്ടിയിട്ട് ബഡ്ഡി ചെയ്തിട്ട് മുളച്ച് വരുന്നതാണ്. ഇപ്പോൾ ഇത് അടുത്ത വർഷം ഇതിൽ നിന്ന് കാപറക്കാൻ കഴിയുന്നതാണ്. അത് 35 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മരങ്ങളാണ്. ആ മരം മുറിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആദായത്തിൽ കുറഞ്ഞു പോകുന്നതുകൊണ്ട് അത് മുറിക്കാണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. അതിന് പത്തിരി ശകലം മോശമാണ്, കായ നല്ല കായുമാണ്. അതുകൊണ്ട് അത് മുറിക്കാണ്ട് അങ്ങനെയാണ് അത് നിർത്തിയിരിക്കുന്നത്. ഇത് കായ്ഫലം കുറവായിട്ടാണോ ഇതിന് അപ്പടി വെള്ളക്കായും ചെറിയ കായും ആയതുകൊണ്ട് ഇതിന് കൊഴിച്ചിൽ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വട്ടം മുറിച്ച് അതിൽ നിന്നൊരു കമ്പ് മുറിച്ച് ഈ നിൽക്കുന്ന കമ്പ് ബഡ്ഡി ചെയ്ത് പിടിച്ചതാണ്.